പാലിന്റെ ഗുണങ്ങൾ. പാൽ മനുഷ്യന്റെ ഭക്ഷണക്രമത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രകൃതിദത്ത പോഷകപാനീയമാണ്. ശരീരത്തിന് ആവശ്യമായ പ്രധാന പോഷകങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ പലരും ഇതിനെ സമ്പൂർണ്ണ ഭക്ഷണം എന്നും വിളിക്കുന്നു. പാലിൽ ധാരാളമായി കാൽസ്യം അടങ്ങിയിരിക്കുന്നു. ഇത് എല്ലുകളും പല്ലുകളും ശക്തിപ്പെടുത്താൻ വളരെ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചാഘട്ടത്തിൽ എല്ലുകളുടെ ശരിയായ വികസനത്തിനും ഉയരം വർദ്ധിക്കാനും കാൽസ്യം അനിവാര്യമാണ്. മുതിർന്നവരിൽ എല്ല് ദുർബലത പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും പാൽ സഹായകരമാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ശരീരത്തിലെ കോശങ്ങളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനും ആവശ്യമാണ്. ശരീരത്തിലെ മാംസപേശികളുടെ വളർച്ചയ്ക്ക് പാൽ സഹായിക്കുന്നു. വ്യായാമം ചെയ്യുന്നവർക്കും ശരീരശക്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പാൽ ഒരു നല്ല പാനീയമാണ്. പാലിൽ ഉള്ള പ്രോട്ടീൻ മാംസപേശികളുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കുന്നു. പാൽ വിറ്റാമിൻ ബി12, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി2 എന്നിവയുടെ നല്ല ഉറവിടമാണ്. വിറ്റാമിൻ ബി12 നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും രക്തനിർമ്മാണത്തിനും സഹായിക്കുന്നു. വിറ്റാമിൻ ഡി ശരീരത്തിൽ കാൽസ്യം ശരിയായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പാലിൽ ഉള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ്. മിതമായ അളവിൽ പാൽ ഉപയോഗിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായകമാകാം. പാൽ ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. പാലിൽ ഉള്ള ലാക്ടോസ് എന്ന സ്വാഭാവിക പഞ്ചസാര ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നു. അതിനാൽ രാവിലെ അല്ലെങ്കിൽ രാത്രി പാൽ കുടിക്കുന്നത് ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ദിവസേന പാൽ നൽകുന്നത് ബുദ്ധിവികസനത്തിനും ശരീരവളർച്ചയ്ക്കും സഹായകരമാണ്. പാൽ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പാലിൽ ഉള്ള ചില പോഷകങ്ങൾ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അസുഖം വന്ന ശേഷം ശരീരശക്തി വീണ്ടെടുക്കാനും പാൽ സഹായകമാണ്. പാൽ നല്ല ഉറക്കത്തിനും സഹായകരമാണെന്ന് പലരും വിശ്വസിക്കുന്നു. രാത്രിയിൽ ചൂട് പാൽ കുടിക്കുന്നത് ശരീരത്തെ ശാന്തമാക്കുകയും ഉറക്കത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുകയും ചെയ്യാം. പാലിൽ ഉള്ള ചില അമിനോ ആസിഡുകൾ ഉറക്കവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, വയോധികർ എന്നിവർക്കും പാൽ ഏറെ ഗുണകരമാണ്. ഗർഭകാലത്ത് കുഞ്ഞിന്റെ എല്ല് വളർച്ചയ്ക്കും അമ്മയുടെ ആരോഗ്യം നിലനിർത്താനും പാൽ സഹായിക്കുന്നു. പാലിന്റെ ദോഷങ്ങൾ. പാൽ ആരോഗ്യകരമാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമാകണമെന്നില്ല. ചിലർക്കു ലാക്ടോസ് അസഹിഷ്ണുത എന്ന അവസ്ഥ ഉണ്ടായിരിക്കും. പാലിൽ ഉള്ള ലാക്ടോസ് എന്ന പഞ്ചസാര ശരിയായി ദഹിക്കാത്തതുകൊണ്ട് വയറുവേദന, വയറുവീക്കം, വാതം, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരത്തിലുള്ളവർ ലാക്ടോസ് ഇല്ലാത്ത പാൽ അല്ലെങ്കിൽ ബദാം പാൽ, സോയ പാൽ പോലുള്ള സസ്യ അധിഷ്ഠിത പാൽ ഉപയോഗിക്കാം. പാലിൽ ഉള്ള കൊഴുപ്പ് കൂടുതലായതിനാൽ പൂർണ്ണ കൊഴുപ്പ് പാൽ അധികമായി ഉപയോഗിക്കുന്നത് വണ്ണം കൂടാൻ കാരണമാകാം. പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ കുറഞ്ഞ കൊഴുപ്പ് ഉള്ള പാൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൊഴുപ്പ് കൂടുതലായി ഉപയോഗിക്കുന്നത് രക്തത്തിലെ കൊളസ്ട്രോൾ ഉയരാൻ കാരണമാകാം. ഇത് ഹൃദയാരോഗ്യത്തെ ബാധിക്കാം. ചില ആളുകൾക്ക് പാൽ അലർജി ഉണ്ടാകാം. അലർജി ഉള്ളവർ പാൽ കുടിച്ചാൽ തൊലിച്ചൊറിച്ചിൽ, ചർമ്മത്തിൽ പുള്ളികൾ, ശ്വാസതടസ്സം, ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടണം. ചിലരിൽ കൂടുതലായി പാൽ ഉപയോഗിക്കുന്നത് മുഖപ്പരുപ്പ് വർദ്ധിപ്പിക്കാമെന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് യുവാക്കളിൽ ഇത് കൂടുതലായി കാണപ്പെടാം. എന്നിരുന്നാലും ഇത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. പാൽ ചിലർക്കു ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അധികമായി പാൽ കുടിച്ചാൽ വയറിന് ഭാരമായി തോന്നാം. ചിലർക്കു കഫം വർദ്ധിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ബാധകമല്ല. ചിലർക്ക് കൂടുതലായി പാൽ ഉപയോഗിക്കുന്നത് വൃക്കക്കല്ല് സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആശങ്കയുണ്ട്. എന്നാൽ മിതമായ അളവിൽ പാൽ ഉപയോഗിക്കുന്നത് സാധാരണയായി സുരക്ഷിതമാണ്. എത്ര അളവിൽ പാൽ കുടിക്കണം? സാധാരണയായി ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്ക് ദിവസേന 1 മുതൽ 2 ഗ്ലാസ് വരെ പാൽ മതിയാകും. കുട്ടികൾക്കും ഗർഭിണികൾക്കും ആവശ്യകത അനുസരിച്ച് അളവ് വ്യത്യാസപ്പെടാം. സമതുലിതമായ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായാണ് പാൽ ഉപയോഗിക്കേണ്ടത്. സമാപനം. പാൽ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ്. എല്ലുകളുടെ ആരോഗ്യം, മാംസപേശികളുടെ വളർച്ച, രോഗപ്രതിരോധശേഷി, ശരീരശക്തി എന്നിവയ്ക്ക് പാൽ സഹായകരമാണ്. എന്നാൽ ലാക്ടോസ് അസഹിഷ്ണുത, അലർജി, വണ്ണം കൂടൽ പോലുള്ള പ്രശ്നങ്ങൾ ചിലർക്ക് ഉണ്ടാകാം. അതിനാൽ മിതമായ അളവിൽ ശരീരാവസ്ഥ അനുസരിച്ച് പാൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്.